ലഡാക്കിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് കേന്ദ്രം 5 പേരിലധികം കൂട്ടം കൂടുന്നതിന് വിലക്ക്. പ്രത്യേക അനുമതിയില്ലാതെ മാർച്ചോ പ്രതിഷേധ യോഗങ്ങളോ സംഘടിപ്പിക്കരുതെന്ന് ഉത്തരവ്. മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങളും കട്ട് ചെയ്തു. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കും. ഓപ്പറേഷൻ നുംഖോറിൽ ഇടനിലക്കാരെ കുറിച്ച് കസ്റ്റംസിന് വിവരം ലഭിച്ചു. മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്ന് നിർണായക തെളിവ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തെക്കുറിച്ച് അന്വേഷണം. കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരനെ ക്രൂരമായി ചട്ടുകം പഴിപ്പിച്ച് പൊളിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. കനകക്കുന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടി നിക്കറിൽ മലവിസർജനം നടത്തിയതിൽ പ്രകോപിതയായി ആക്രമണം. പിൻഭാഗത്തും കാലിലും പൊള്ളലേറ്റ കുട്ടിയെ അമ്മ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർക്ക് സംശയം തോന്നി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. കോൺഗ്രസ് പുനഃസംഘടനയുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കാൻ നേതൃതലത്തിൽ ധാരണ. കെപിസിസി ജനറൽ സെക്രട്ടറിമാരെയും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സൂചന. വിവാദങ്ങൾക്ക് വഴിവെച്ച ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പുനഃസംഘടനയും വൈകാതെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുക. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെതിരായ NSSന്റെ കടുത്ത വിമർശനങ്ങൾക്കിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ UDF. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത്. കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ യോഗം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര, ഒഡീഷ തീരത്തേക്ക്. കൊല്ലത്ത് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വയോധികയ്ക്ക് പരിക്ക്. കുണ്ടറയിൽ 30 അടി ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. പെരുമ്പുഴ സ്വദേശി ഗിരിജയ്ക്ക് അപകടത്തിൽ പരിക്ക്. മണ്ണിനടിയിൽപ്പെട്ട ഗിരിജയെ പുറത്തെടുത്തത് നാട്ടുകാർ. ദേശീയപാതയിൽ മലപ്പുറം VK പടിക്ക് സമീപം വലിയ പറമ്പിൽ വാഹനാപകടത്തിൽ 2 മരണം. വയലത്തൂർ സ്വദേശി ഉസ്മാൻ, വള്ളിക്കുന്ന് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാർ ഇടിച്ച അപകടം. കോട്ടയം വൈക്കം തലയോലപ്പറമ്പ് തലപ്പാറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കരിപ്പാട് സ്വദേശി മുർത്താസ് അലി, വൈക്കം സ്വദേശി റദ്ദിഖ് എന്നിവരാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ ഇവരുടെ സുഹൃത്തിനെ പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് തോട്ടുമുക്കം പനമ്പിലാവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 മരണം. കക്കാടംപൊയിലിൽ നിന്ന് വന്ന ബൈക്ക് റോഡരികിലെ പറമ്പിലേക്ക് തെന്നി വീണായിരുന്നു അപകടം. ചൂളാട്ടിപ്പാറ സ്വദേശികളായ സൂരജ്, മുഹമ്മദ് ഷാനിദ് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് തൃത്താല പടിഞ്ഞാറങ്ങാടി ടൗണിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞു. പറക്കുളം ഭാഗത്തു നിന്ന് വന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത്. തൃത്താല ഭാഗത്തു നിന്ന് എടപ്പാളിലേക്ക് സിമന്റ് കൊണ്ടുപോയ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എടപ്പാളിലെ ആശുപത്രിയിലേക്കും മാറ്റി. കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് ലോറിയുടെ പിറകിൽ നിന്ന് യുവാവിന്റെ സാഹസിക യാത്ര. കഞ്ചിക്കോട് സ്കൂൾ ജംഗ്ഷൻ പരിസരത്തായിരുന്നു അപകടയാത്ര. ലോറിയുടെ പിറകിൽ തൂങ്ങി നിന്ന് 1 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. മറ്റ് വാഹനയാത്രക്കാർ ഇടപെട്ട് യുവാവിനെ ലോറിയിൽ നിന്ന് താഴെ ഇറക്കി. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. രാജമലയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ഒരു ഓട്ടോയും സമീപത്തെ പെട്ടിക്കടയും കാട്ടാന തകർത്തു. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘം ഇന്ന് പ്രത്യേക യോഗം ചേരും. ഓൺലൈനായാണ് യോഗം ചേരുക. കേസിൽ അറസ്റ്റിലായ KM ഷാജഹാന് കോടതി വേഗത്തിൽ ജാമ്യം നൽകിയത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകണം എന്നതിൽ നിയമോപദേശവും തേടി. ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് UN പൊതുസഭയിൽ ഇസ്രയേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപനം നടത്തിയത്. ഇസ്രയേൽ ബന്ദികളിൽ ബാക്കിയുള്ള 20 പേരെയും തിരിച്ചയക്കണം. ആയുധം വെച്ച് കീഴടങ്ങിയ ഹമാസിലെ ഒരാളെയും ബാക്കി വെക്കില്ലെന്ന് മുന്നറിയിപ്പ്. നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ കൂവലും നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ UN പൊതുസഭയിൽ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോകത്തിലെ വിനാശകരമായ യുദ്ധങ്ങൾ നിർത്താൻ ഇടപെട്ട ട്രംപ് മനുഷ്യരാശിയെ രക്ഷിച്ചെന്ന് ഷഹബാസ് ഷെരീഫ്.
സൗത്ത് ഏഷ്യയിലുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടെന്നും പാക് പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ന് സംസാരിക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30-ക്കാണ് ജയശങ്കർ പൊതുസഭയെ അഭിസംബോധന ചെയ്യുക. ഇന്ത്യയുമായുണ്ടായ സൈനിക സംഘർഷത്തിനിടെ 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർത്തെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്കും ജയശങ്കർ മറുപടി നൽകും.